കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പാറക്കടവ് സ്വദേശി ഫസൽ മുഹമ്മദിനാണ് വെട്ടേറ്റത്. അടിവാരം സ്വദേശി അബ്ദുൾ ഫാരിസാണ് പ്രതി. ദിൽഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ദിൽഷ, ഈ ഫാരിസ് എവിടെ പോയി എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സൂചനയും കിട്ടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? അമൃത, ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മാർച്ച് 7-നാണ്. അതായത് അടിവാരം പാറക്കടവ് സ്വദേശിയായിട്ടുള്ള ഫസൽ മുഹമ്മദിനാണ് വെട്ടേറ്റിട്ടുള്ളത്. അടിവാരം സ്വദേശി തന്നെയായിട്ടുള്ള അബ്ദുൾ ഫാരിസ് ആണ് ഈ കേസിലെ പ്രതി. ഇത് മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിൽ വെട്ടാൻ കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഒരു പുലർച്ചെ ആണ് ഈ ഫസൽ മുഹമ്മദിന് വെട്ടേൽക്കുന്നത്. ഈ അബ്ദുൾ ഫാരിസ് വീട്ടിൽ അതിക്രമിച്ച് കയറുകയായിരുന്നു. ശേഷം വാള് വീശി ആക്രമിക്കുകയായിരുന്നു. ഈ നട്ടലിന് ഗുരുതരമായിട്ട് കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ച വിവരം. അതുപോലെ തന്നെ വയറിനും പുറത്തോടും ചേർന്ന ഭാഗത്തെല്ലാം തന്നെ ഈ യുവാവിന് ആഴത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ടായിരുന്നു. ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഈ പ്രതിയെ ഇതുവരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല പോലീസിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾക്കായിട്ട് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രദേശത്തെ CCTV ക്യാമറകളെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും അതൊന്നും എവിടെയും എത്തിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്തായാലും മുൻ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പോലീസ് പറയുന്ന കാര്യം. ഈ രണ്ടുപേരും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നു. മുൻ വൈരാഗ്യം മൂലം തന്നെയാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിലേക്ക് കടന്നത് എന്നാണ്. മാത്രമല്ല ഈ പ്രതിക്കെതിരെ നേരത്തെയും പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. പ്രജിൻ, ദിൽഷ തിലകനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.